പ്രിയ സഹോദരനെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് ഒരിക്കൽ കൂടി അനുവദിച്ചതിനെ ഓർത്ത് യേശു ക്രിസ്തുവിന് നന്ദി സ്തുതി സമർപ്പിക്കുന്നു. പ്രിയ സഹോദരനെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാട്സപ്പ് സന്ദേശം കിട്ടുകയുണ്ടായി. അതിൻ്റെ ആ വാട്സപ്പ് സന്ദേശത്തിൻ്റെ ആശയം ഇതാണ്: കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അവരുടെ കിണറ്റിൽ ധാരാളം വെള്ളമുണ്ടായിരുന്നു. ഈ സമയത്ത് ധാരാളം മഴ പെയ്യുകയും കിണർ നിറഞ്ഞ് വെള്ളം വരികയും ചെയ്തു. വെള്ളത്തിന് പഞ്ഞമില്ലായിരുന്നു ഇതേ സമയത്ത് തന്നെ. എന്നാൽ ഈ വർഷം അവർക്ക് നനയ്ക്കാനോ കുടിക്കാൻ കഷ്ടി വെള്ളമാണുള്ളത്. നനയ്ക്കാനോ മറ്റു സംവിധാനങ്ങൾക്കോ നല്ല രീതിയിൽ കുളിക്കാനോ ഒന്നും വെള്ളമില്ല കിണറ്റിൽ. അത്രമാത്രം കിണറുകൾ വറ്റപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ കാരണം ആയിട്ട് റേഡിയോ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ എൽനീനോ സംഭവം കൊണ്ടാണ്, എൽനീനോ പ്രതിഭാസം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ കേൾക്കും. അപ്പോൾ എന്താണ് എൽനീനോ എന്ന ഈ പ്രതിഭാസം? അതിനെപ്പറ്റി ശാസ്ത്രത്തിൻ്റെ ഭാഷ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയത്തില്ലാത്ത ഭാഷ ദൈവിക ഭാഷയാണ്. ദൈവിക ഭാഷ മനസ്സിലാക്കണമെങ്കിൽ ദൈവിക ഭാഷ അറിയാവുന്ന വ്യക്തികൾ വേണം അതിനെപ്പറ്റി സംസാരിക്കാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ഈ വിഷയത്തെപ്പറ്റി പറയുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ അടിസ്ഥാന വിശേഷം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് എൽനീനോ പ്രതിഭാസം ഉണ്ടാകുന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാരണത്തെപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായമാണ്. അവിടെ 24-ാം അധ്യായത്തിൽ രണ്ട് കാരണങ്ങളെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ആ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നില്ലാൻ സാധിക്കുന്നത്. ഭൂമിക്ക് മേൽ വിധി, യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം 1-ാം തിരുവചനം. ഭൂമിക്ക് മേൽ വിധി. അത് ഞാൻ മൊത്തമായിട്ട് ആദ്യം ഇത് വായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറെ കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. അതിനകത്തെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാം. കർത്താവ് ഭൂമിയെ ശൂന്യവും വിജനവും ആക്കി തീർക്കും. അവിടുന്ന് അതിൻ്റെ ഉപരിതലത്തെ ഞെരിച്ച് അതിൻ്റെ നിവാസികളെ ചിതറിക്കും. ജനത്തിനും പുരോഹിതനും അടിമയ്ക്കും യജമാനനും ദാസിക്കും സ്വാമിനിക്കും വാങ്ങുന്നവനും വിൽക്കുന്നവനും വായ്പ കൊടുക്കുന്നവനും വായ്പ വാങ്ങുന്നവനും ഉത്തമണ്ണനും അധർമ്മണനും ഒരുപോലെ സംഭവിക്കും. ഭൂമി തീർത്തും ശൂന്യമാകും. ഇവിടെ ശൂന്യമാകും എന്ന് പറയാം, ആയിട്ടില്ല. അതിൻ്റെ വചനങ്ങൾ നിങ്ങൾ ഓർത്ത് മനസ്സിലാക്കി ചിന്തിച്ചു പോകണം. ആകാൻ പോകുന്നേ ഉള്ളൂ, ശൂന്യമാകാൻ പോകുന്നേ ഉള്ളൂ. ശൂന്യമാകും, പൂർണ്ണമായി കൊള്ളയടിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ഓരോ രാഷ്ട്രങ്ങളും ഓരോ ഭൂപ്രദേശങ്ങളിലെ സമ്പത്ത് കൈവശമാക്കും. ചിലപ്പോൾ രാഷ്ട്രങ്ങളെ തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടായിരിക്കും അത് സംഭവിക്കുക. കർത്താവിൻ്റെതാണ് ഈ വചനം. ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു, ലോകമാകെ വാടിക്കൊഴിയുന്നു, ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു, ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു എന്നാണ്. എന്താണ് എൻ്റെ അർത്ഥം? അത് കുറച്ച് വായിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എൻ്റെ അർത്ഥം പറഞ്ഞുതരാം. വാടിപ്പോകുന്നു, ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. മനുഷ്യർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു, ചുരുക്കം പേർ മാത്രം അവശേഷിക്കും. ഇതിനകത്ത് ഭൂമിയിലെ അതിലെ നിവാസ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ട് ലോകമാകെ വാടിക്കൊഴിയുന്നു. ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു, ലോകമാകെ വാടിക്കൊഴിയുന്നു. ലോകമാകെ ഭൂമിയും ക്ഷയിക്കുന്നു, ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു. ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു. ആകാശം വാടിപ്പോകുന്നു പറഞ്ഞാൽ ആകാശത്ത് ചൂടേക്കുന്നു. അതുകൊണ്ട് ആകാശം വാടിപ്പോകും. നമുക്കറിയാം, ഒരു ചെടി വാടി നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് കരിഞ്ഞിട്ടില്ല, കരിയാറാകുന്നു. ചൂട് കൂടുതലാണ്, അവരുടെ ഇലകളൊക്കെ അല്പം ക്ഷീണിച്ച് ഇലകളൊക്കെ തളർന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയും ചെടി വാടിപ്പോകുന്നു. അപ്പോൾ കർത്താവ് പറയാണ് ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ആകാശത്ത് വാട്ടം സംഭവിക്കുന്നു. ആകാശത്തിലെ അന്തരീക്ഷം അമിതമായി ചൂടാകുന്നു. അങ്ങനെ അമിതമായി ചൂടാകുന്നത് കൊണ്ട് അന്തരീക്ഷം വാടിപ്പോകുന്നു. അന്തരീക്ഷം വാടിപ്പോകുക എന്ന് പറഞ്ഞാൽ വായുമണ്ഡലം ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക ടെമ്പറേച്ചറിലാണ് ദൈവം ക്രമീകരിച്ചിരിക്കുക. അത് നമുക്കറിയാം, ശാസ്ത്രീയ ഭാഷയാണ് ഇപ്പം ഞാൻ പറയുന്നത്, അതെല്ലാവർക്കും അറിയാം.
ഒരു നിശ്ചിത, അതായത് 36 ഡിഗ്രി സെൻറ്റിഗ്രേഡൊക്കെ സാധാരണ ചൂടാണ്. 38, 30, 40 വന്നു കഴിഞ്ഞാൽ ചൂട് കൂടും. 26-നും 36-നും ഇടയ്ക്കുള്ള ടെമ്പറേച്ചറാണ് ഭൂമിയിലെ ഏറ്റവും സുഖകരമായ കാലാവസ്ഥ. എന്നാൽ അത് ചൂട് കൂടിക്കഴിയുമ്പോൾ സസ്യലാദികൾക്കും മനുഷ്യനും മൃഗങ്ങൾക്കും എല്ലാം അതിൻ്റെ വാട്ടം സംഭവിക്കും, കോട്ടം സംഭവിക്കും, ജലാംശം നഷ്ടപ്പെടും, വെള്ളം കുറയും. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കർത്താവ് പറയാണ് ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു, ലോകമാകെ വാടിക്കൊഴിയുന്നു, ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു. ആകാശം അതും ഭൂമിയോടൊപ്പമാണ് പാടുന്നത്. അപ്പോൾ ഭൂമിയിൽ ചൂട് കൂടിയതിന് വെള്ളം കുറഞ്ഞു. പക്ഷേ എങ്ങനെയാണ് ആകാശം വാടിപ്പോകുന്നത്? അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ആ കാരണം വളരെ വ്യക്തമായിട്ട് കർത്താവ് എഴുതി വച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്. അത് ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. എന്നാൽ ഞാനതൊരു വർഷം മുമ്പാണ് പറയുന്നതെങ്കിൽ, ഒരു 5 വർഷം മുമ്പാണ് ഞാൻ നിങ്ങളുടെ ഈ ക്ലാസ് പറയുന്നതെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുകയില്ല. എന്നാൽ ഇപ്പോൾ ഈ സംഭവം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏശയ്യാപ്രവചന പുസ്തകത്തിൽ ഇത് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് വ്യക്തമായിട്ട് ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഏശയ്യാപ്രവചന പുസ്തകം തന്നെ 24-ാം അധ്യായം തന്നെ അതിൻ്റെ എങ്ങോട്ട് വരണമെന്ന് ചോദിച്ചാൽ ഏശയ്യ 24:18 വരണം. അവിടെ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: ഭൂവാസികളെ, ഭീതിയും ചതിക്കുഴിയും കെണിയുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഭീകര ശബ്ദം കേട്ട് ഓടിപ്പോകുന്നവർ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് കയറുന്നവർ കെണിയിലാക്കപ്പെടും. ആകാശജാലകങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വിറകുണുന്നു. ആകാശജാലകങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ 2 കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ആകാശമാകെ വാടിക്കൊഴിഞ്ഞു പോകുന്നു. 2, ആകാശജാലങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ഈ ആകാശജാലങ്ങൾ? ആകാശത്തിൻ്റെ കിളിവാതിലുകൾ, ആകാശത്തിൻ്റെ ഭൂമിയിലേക്ക് വരുന്ന ഋതുഭേദങ്ങൾ, ഭൂമിയുടെ വായുമണ്ഡലങ്ങൾ, ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലങ്ങൾ, ഇതെല്ലാം ഒരു പ്രത്യേക അളവിൽ ദൈവം ക്രമീകരിച്ചു. എന്നാൽ ചില കാരണങ്ങളാൽ, ചില പ്രശ്നങ്ങളാൽ എന്തു ചെയ്യുന്നു? ഇതിൻ്റെ ഘടനയ്ക്ക് മാറ്റം വരുന്നു. ആകാശജാലങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ അതിനർത്ഥം ഭൂമിയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളൽ വീണിരിക്കുന്നു. പ്രപഞ്ചം ഒന്നാകെ, പ്രത്യേകിച്ചും ഭൂമി ഒന്നാകെ മനുഷ്യന് എതിരായി തിരിയുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. മനുഷ്യന് ഓവർ ചൂട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല, വെള്ളം പറ്റിപ്പോവും. തീരെ തണുപ്പ് വന്നാൽ എന്ത് സംഭവിക്കും? മനുഷ്യൻ അവിടെയും ജീവിക്കാൻ പറ്റില്ല, അപ്പോൾ മനുഷ്യൻ തണുത്ത് മരിച്ച് അങ്ങനെ മരിച്ചു പോകും. എന്നാൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ മനുഷ്യവാസ യോഗ്യമായ ആ കാലഘട്ടങ്ങളെ, അന്തരീക്ഷത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് കർത്താവ് ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ആകാശജാലകങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ ഭൂമിയിലേക്കുള്ള ചൂടിൻ്റെ ജാലകം, ആ ജാലകം എന്ന് പറഞ്ഞാൽ ജനലുകൾ, ആ ജനലുകൾ കർത്താവിനെ നോക്കി കാണാൻ പറ്റിയ ജനലും വാതിലുകളും ആകാശത്തിനുണ്ട്. ആ ആകാശത്തിലൂടെ കർത്താവ് നോക്കി കാണുമ്പോൾ ഈ ഭൂമിയിലെ അകൃത്യങ്ങൾ അതിഭയാനകമായ രീതിയിലാണെന്ന് കർത്താവ് പറയുന്നു. അതിങ്ങനെ വന്നിരിക്കുന്നു, ഏശയ്യ 24:5: ഭൂമിയിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു ഭൂമി. അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു. നമുക്കറിയാം എന്താണ് ശാശ്വതമായ ഉടമ്പടി? ശാശ്വതമായ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഇസ്രായേലും ദൈവമായിട്ടുള്ള ഉടമ്പടിയായിരുന്നു. അതെവിടെ വന്നിരിക്കുന്നു? ജെറുസലേം ദേവാലയത്തിൻ്റെ നഷ്ടത്തോടുകൂടി എന്തു സംഭവിച്ചു? ആ പഴയ ബലിയും ആരാധനയും ഇല്ലാതെയായി. അതോടൊപ്പം മറ്റൊരു ഉടമ്പടി, ഒരു ബലിയും ഉണ്ടായിരുന്നു നമുക്ക്. അതാണ്ട് കേരള സഭയിൽ എറണാകുളം ഭാഗത്തുണ്ടായിരുന്ന ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ, കുർബാന തർക്കമെന്ന് വേറൊരു ഭാഷ പറയാം. അത് അവിടെ ശാശ്വതമായ ഉടമ്പടി, ശാശ്വതമായ ദൈവമായിട്ടുള്ള ആരാധനയും കാര്യങ്ങളും കുർബാനയും ശാശ്വതമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടിരുന്നു, ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ എറണാകുളത്തെ സംഭവ വികാസങ്ങളിൽ കൂടെ എന്തു സംഭവിച്ചു? അതിന് ഭംഗം വന്നു, അത് തകർന്നു, വിശുദ്ധി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ നിവാസികൾ നിമിത്തം അത് അശുദ്ധമായി തീർന്നിരിക്കുന്നു. അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കും. അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു. അകൃത്യത്തിൻ്റെ, ദുഷ്പ്രവൃത്തിയുടെ, തിന്മയുടെ ഫലം ലോകത്തു നിന്ന് പുറത്തേക്ക് വരികയാണ്. ഭൂമിക്കുള്ളിൽ നിന്ന്, അന്തരീക്ഷത്തിൽ നിന്ന്, വായുവിൽ നിന്ന് ഒക്കെ വരുന്നു. ഇതാണ് എൻ്റെ ആത്മീയ തലം. അതുകൊണ്ടാണ് ആകാശജാലങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു. ആകാശജാലങ്ങൾ എന്ന് പറഞ്ഞാൽ ശരി, ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഋതുഭേദങ്ങളുടെ വാതിലുകൾ, അതിൻ്റെ കിളിവാതിലുകൾ എല്ലാം തുറക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയിലേക്ക് അമിതമായി ചൂട് കടന്നു വരുന്നു. കർത്താവ് തടഞ്ഞു വെച്ചിരുന്നത് അതിനെ വലിയ രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് തടഞ്ഞു വെച്ചിരുന്നതിന് മാറി
കാലാവസ്ഥയിൽ മാറ്റം വന്നു. ഭൂമിയിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒരുപാട് കൂടി. മനുഷ്യൻ അശുദ്ധി കാണാൻ തുടങ്ങി, അശുദ്ധി ചിന്തിക്കാൻ തുടങ്ങി. മനുഷ്യ ശരീരം അമിതമായി ചൂടാകാൻ തുടങ്ങി. മദ്യത്തിൻ്റെ ഉൽപ്പാദനം ഇഷ്ടംപോലെ വർദ്ധിച്ചു. മയക്കുമരുന്നിൻ്റെ ഇഷ്ടംപോലെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു. ലൈംഗിക ആവേശങ്ങൾ അമിതമായിട്ട് മനുഷ്യനെ കീഴടക്കി കഴിഞ്ഞു. അവിടെ എവിടെ നോക്കിയാലും മനുഷ്യ ശരീരത്തിലും പ്രപഞ്ചത്തിലും ഭൂമിയിലും അന്തരീക്ഷത്തിലും ചൂട് വർദ്ധിച്ചു എന്നുള്ളത് ഒരു അടിസ്ഥാന കാരണമാണ്. അപ്പോൾ തണുപ്പിൻ്റെ ജാലകത്തെ തുറന്നു മാറ്റി ചൂടിൻ്റെ ജാലങ്ങൾ തുറക്കപ്പെട്ടു. അപ്പോൾ ചൂട് അമിതമായിട്ട് ഭൂമിയിലേക്ക് വരുന്നു. ഇത് ഒരു ആത്മീയ തലത്തിൻ്റെ കാര്യമാണ്. ഇതിനകത്ത് ഒരു ആത്മീയ തലവും വേറൊരു സാങ്കേതിക കാരണങ്ങളും നിങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഒരു 100 വർഷം മുമ്പ് വേണ്ട, ഒരു 50 വർഷം മുമ്പ് ബഹിരാകാശത്ത് നമുക്ക് സാറ്റലൈറ്റ് ഉപകരണങ്ങൾ ഇല്ലായിരുന്നു. ബഹിരാകാശം ഇന്ന് വലിയ റോക്കറ്റുകൾ നിർമ്മിച്ച് വലിയ സാറ്റലൈറ്റുകൾ ആകാശത്തേക്ക് വിടുന്നില്ലായിരുന്നു. അന്ന് അത് ആകാശത്തിലില്ലായിരുന്നു. ഇന്ന് ഓരോ രാഷ്ട്രത്തിനും ആയിരക്കണക്കിന് സാറ്റലൈറ്റ് ഉപകരണങ്ങൾ ബഹിരാകാശത്തൂടെ കറങ്ങുന്നുണ്ട്. ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ ഇങ്ങനെ ബഹിരാകാശത്തൂടെ കറങ്ങുന്നുണ്ട്. ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക്, ഓരോ രാഷ്ട്രങ്ങളുടെ ആവശ്യങ്ങൾക്ക് എല്ലാം അതിൽ നിന്ന് സിഗ്നൽസ് കിട്ടിയിട്ടാണ് മിലിറ്ററി ആവശ്യങ്ങൾക്ക്, വാർത്താ സംവിധാനങ്ങൾക്ക്, ശാസ്ത്രോപകരണങ്ങൾക്ക്, അങ്ങനെ എല്ലാ ആവശ്യങ്ങൾക്കും അനേകം സിഗ്നലുകളുള്ള ഇതുണ്ട്, ആകാശത്തൂടെ കറങ്ങുന്നുണ്ട്, നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്നെല്ലാം വരുന്ന സിഗ്നലുകൾ അഗ്നിരൂപമാണ്. ഉദാഹരണം പറഞ്ഞാൽ എക്സ്റേ രീതിയിലുള്ള ഒരു പ്രകാശരശ്മി മനുഷ്യ ശരീരത്തിൽ കടന്നു പോയി കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്റേ രൂപം അതിൻ്റെ കോപ്പിയിൽ പകരും. അതാണ് നമ്മൾ എല്ല് ഒടിഞ്ഞിട്ടുണ്ടെന്നൊക്കെ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കിയല്ലേ എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഈ രശ്മി ശരീരത്തോട് കടന്നു പോയത് നമ്മളാരും അറിഞ്ഞോ? നമുക്കാരെങ്കിലും മനസ്സിലായോ നമുക്ക് കടന്നു പോയത്? അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടെയും ഈ എക്സ്റേ രശ്മി ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. ബഹിരാകാശത്തുള്ള ആ സാറ്റലൈറ്റിൽ നിന്നും വരുന്ന റേഡിയോ തരംഗങ്ങൾ അത് ഇലക്ട്രോണിക് തരംഗങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം, വാർക്ക വീടിനുള്ളിലിരുന്നാലും മൊബൈൽ ഫോണിൽ കൂടെ നമുക്ക് ഇത് കിട്ടും. നേരിട്ടുള്ള പ്രകാശരശ്മി അല്ലെങ്കിൽ പോലും വാർക്കയുടെ ആ മേൽക്കൂര തുളച്ച് കയറിക്കൊണ്ടോ അല്ലെങ്കിൽ ഉള്ള വായുവിൽ കൂടെ പ്രവേശിച്ചുകൊണ്ടോ എങ്ങനെയായാലും നമ്മുടെ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ അടച്ചിട്ടിരിക്കുന്ന ടെലിവിഷനിൽ കൂടെ മൊബൈൽ ഫോണിൽ കൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് സിഗ്നൽ കിട്ടുന്നുണ്ട്, നമ്മൾ വാർത്തകൾ കാണുന്നുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് ഈ രശ്മി ഇങ്ങോട്ട് കടന്നു വരുന്നത്? രശ്മി എപ്പോഴും നേരിട്ടേ സഞ്ചരിക്കുകയുള്ളൂ. റേഡിയോ തരംഗങ്ങളും ഇതുപോലെ എക്സ്റേ രശ്മികളും നേരിട്ടാണ് സഞ്ചരിക്കുക. അപ്പോൾ അത് കീറി മുറിച്ചുകൊണ്ട്, കോൺക്രീറ്റ് പാളികൾ കീറി മുറിച്ചുകൊണ്ട് ആകാശത്തു നിന്ന് ശൂന്യാകാശത്തിൽ കടന്നു വന്ന് അന്തരീക്ഷ പാളിയിൽ കയറി, അത് കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ കൂടെ കയറി, മനുഷ്യ ശരീരത്തിൽ കൂടെയും കയറി, അത് മനുഷ്യ ശരീരത്തിൽ കയറിപ്പോൾ നമ്മൾ അറിയുന്നില്ല. മറ്റൊന്നാണ് ഈ മൊബൈൽ ഫോണിലേക്ക്, ടെലിവിഷനിലേക്ക്, ഈ വാർത്താവിനിമയ ഉപകരണങ്ങളിലേക്ക് ഒക്കെ ഇതിൻ്റെ സിഗ്നൽസ് വരുന്നത്. ഇതെല്ലാം എക്സ്റേ തരംഗങ്ങൾ പോലെ തരംഗങ്ങളാണ്. ഇതെല്ലാം അഗ്നിയുടെ മറ്റൊരു രൂപമാണ്. അഗ്നിയുടെയും അഗ്നി തരംഗവും കഴിഞ്ഞിട്ട് അതിനകത്തെ ഇലക്ട്രോണിക് പവർ തരംഗങ്ങളാണ്. അത് മനുഷ്യബുദ്ധി അപാരമായ വേഗതയാണ് അതിന്. അതുകൊണ്ട് അമേരിക്കയിലിരിക്കുന്ന ആളോട് ഒരു മിനിറ്റ് പോലും സംസാരിക്കുന്ന സെക്കൻഡിൽ തന്നെ അവർക്ക് കേൾക്കാം. എത്ര ദൂരെ ഇരുന്ന് ആളുകൾ സംസാരിച്ചാലും പെട്ടെന്ന് മനുഷ്യർ കേൾക്കാൻ കഴിയുന്നത് ഈ സംവിധാനത്തിൻ്റെ അഗ്നിരൂപത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പോൾ അത് ആയിരക്കണക്കിന് ഉപകരണങ്ങളിൽ നിന്നും വരുന്ന ഈ ഇലക്ട്രോണിക് തരംഗങ്ങളുടെ ചൂട് അഗ്നിയാണ്. ആ അഗ്നി അന്തരീക്ഷ മണ്ഡലത്തിൽ പ്രവേശിക്കുമ്പോൾ അന്തരീക്ഷത്തിലെ ചൂടും ഇതിൻ്റെ അഗ്നിയുടെ ചൂടും ഈ ഇലക്ട്രോണിക് തരംഗങ്ങളും അതിൻ്റെ എക്സ്റേ രശ്മികളും എല്ലാം കൂടി ബഹിരാകാശം അമിതമായി ചൂടാകും. ആ ബഹിരാകാശം ചൂടാകുമ്പോൾ അത് സൂര്യനിൽ മാറ്റം വരും. ആ സൂര്യനിൽ മാറ്റം വരുമ്പോൾ സൂര്യനിലെ ഉൽപ്പാദിപ്പിക്കുന്ന ചൂടിൻ്റെ അംശം ഭൂമിയിലേക്ക് അമിതമായിട്ട് ഇറങ്ങി വരും. അത് അന്തരീക്ഷ മണ്ഡലത്തെ മാറ്റും. അന്തരീക്ഷ മണ്ഡലത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ടാണ് കർത്താവ് വന്നിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് കർത്താവ് വന്നിട്ടുണ്ട്. കർത്താവ് ഭൂമിയെ ശൂന്യം വിജനമാക്കി തീർക്കുന്നു. അവിടുന്ന് അതിൻ്റെ ഉപരിതലത്തെ ഞെരിച്ച് അതിലെ നിവാസികളെ ചിതറിക്കും. അത് കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുണ്ട്. കുറച്ചു കാലം കൂടെ, ഏകദേശം 2 വർഷം കൂടെ മുന്നോട്ട് കഴിയുമ്പോൾ കർത്താവ് അമിതമായി ചൂട് ഭൂമിയിലേക്ക് അയക്കും. അപ്പോൾ മനുഷ്യൻ താമസിച്ചുകൊണ്ടിരുന്ന നഗരങ്ങളിൽ നിന്ന് മനുഷ്യൻ ചിതറി ഓടും. ഭക്ഷണമില്ല. നമുക്കറിയാം, 2 വർഷം മുമ്പ് ബാംഗ്ലൂർ സിറ്റിയിൽ തീരെ വെള്ളമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, വെള്ളം ലഭ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ അവിടുന്ന് കേരളത്തിലേക്ക് വന്ന വാർത്ത നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഒരിടത്തും ചില ഭാഗങ്ങളിൽ വെള്ളമുണ്ട്, പക്ഷേ ചില ഭാഗങ്ങളിൽ തീരെ വെള്ളമില്ല, അവിടെ താമസിക്കാനും ജീവിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാർ തിരിച്ച് കേരളത്തിലേക്ക് വന്ന് നമ്മൾ വാർത്ത കണ്ടാണ്. അപ്പോൾ എന്താണ് എന്നതുപോലെ അതിൻ്റെ ഉപരിതലത്തെ കർത്താവ് ഞെരിച്ച് അതിലെ നിവാസികളെ ചിതറിക്കും. ഇനി വരാൻ പോകുന്ന കാലഘട്ടം മനുഷ്യരക്ഷയുടേതല്ല, മനുഷ്യ ശിക്ഷയുടേതാണ്. കർത്താവ് ആകാശജാലങ്ങൾ തുറന്ന് അതിലൂടെ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ
ഭൂമിയിലെ നിവാസികൾ അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിന് ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു, ചുരുക്കം ചിലർ മാത്രം അവശേഷിക്കുന്നു. പ്രിയ സഹോദരരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ശാസ്ത്രീയ വശത്ത് ചിന്തിക്കുമ്പോൾ എന്താ, ഇതൊന്നും ഒരു കുഴപ്പമില്ല, ഇതൊന്നും യാതൊരു പ്രശ്നമില്ല. നമ്മുടെ റേഡിയോ കിട്ടുന്നു, ടെലിവിഷൻ കിട്ടുന്നു, മൊബൈൽ ഫോണിൽ കൂടി കിട്ടുന്നു, സിഗ്നൽ കിട്ടുന്നു. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക്, കൊച്ചു കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുതെന്ന് പറയാൻ എന്താ കാരണം? അതിനെ മൊബൈൽ ഫോണുകൾ കീശയിൽ സ്ഥിരമായിട്ടുണ്ട് നടക്കരുത്. അതിൻ്റെ കാന്തിക പ്രഭാവം ശരീരത്തെ ബാധിക്കും. അതുപോലെ നമ്മൾ ചെവിക്ക് ദോഷമുണ്ട്. അമിതമായ സ്വരം കേട്ട് ഈ ചെറിയ സ്വരങ്ങൾ ഇങ്ങനെ ചെവിക്ക് പ്രശ്നങ്ങളുണ്ട്. അമിതമായിട്ട് മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നാൽ കണ്ണുകൾക്ക് രോഗം വരും. ഇതൊക്കെ നമ്മൾ ശാസ്ത്രീയമായിട്ട് കേൾക്കുന്ന മനസ്സിലാക്കുന്നതാണ്. അതിനേക്കാളേറെ ഏറ്റവും ദൂഷ്യമായ വശം ഇതിൻ്റെ റേഡിയോ സിഗ്നൽസുകളാണ്, അഥവാ ഇതിൻ്റെ ആൽഫ, ബീറ്റ, ഗാമ പോലുള്ള രശ്മികളുടെ അഗ്നിസ്ഫുല്ലിംഗങ്ങളാണ്, അഗ്നി തരംഗങ്ങളാണ്. ഈ അഗ്നി തരംഗങ്ങളിൽ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുകയാണ്. അത് ബഹിരാകാശത്ത് ഭൂമിയിലേക്ക് ഈ റേഡിയോ സിഗ്നൽസ് വരുമ്പോൾ അന്തരീക്ഷം അമിതമായി ചൂടാകും. ആ ചൂടിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഭൂമിയുടെ ഉപരിതലത്തിൽ ചൂട് വർദ്ധിക്കും. അതാണ് എൽ നീനോ എന്ന പ്രതിഭാസം. ഇത് ഞാൻ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. ശാസ്ത്രം പറയുന്നത് വേറെ ആയിരിക്കും, അതെനിക്ക് പ്രശ്നമില്ല. പക്ഷേ ദൈവമായ കർത്താവ് അരുളി ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ആത്മീയ തലത്തിലെ ജ്ഞാനത്തിൻ്റെ തലമാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. അറിവിൻ്റെ തലം നിങ്ങൾക്കറിയാം, ശാസ്ത്രമാണ്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും റേഡിയോ സിഗ്നൽസ് ഉണ്ടാവും, അത് ശാസ്ത്രീയമാണ്, കുഴപ്പമില്ല, പ്രശ്നമില്ലെന്ന് അറിവ്, അതിൻ്റെ ടെക്നോളജി പരമായിട്ട് കാര്യം. ഇതിൻ്റെ ആത്മീയ തലത്തിലെ ജ്ഞാനത്തിൻ്റെ തലമാണ് നിങ്ങൾക്ക് തന്നത്. ഇനി ഇതിൻ്റെ അതീന്ദ്ര ജ്ഞാനത്തിൻ്റെ തലം എന്ന് പറയുന്നത് ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്. സംഭവിക്കാനിരിക്കുന്ന ഭൂമിയിലെ ചൂട് അമിതമായി വർദ്ധിക്കും, കൃഷി ഭയങ്കരമായിട്ട് നശിക്കും, മനുഷ്യൻ്റെ ത്വക്കിൽ വലിയ മാറ്റങ്ങളുണ്ടാവും, വലിയ ചൊറി പോലത്തെ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടും, വലിയ സാംക്രമിക രോഗങ്ങൾ മനുഷ്യകുലത്തെ നശിപ്പിക്കും, വെള്ളത്തിനു വേണ്ടി മനുഷ്യൻ നെട്ടോട്ട് മൂടും, വെള്ളം തീരെ കിട്ടാതെ ആളുകൾ മരിക്കും, ആശുപത്രികളിൽ ശുചീകരണ പ്രവൃത്തികൾക്ക് ജലം തികയാതെ വരുമ്പോൾ ആശുപത്രികൾ മലിനമാകും, മനുഷ്യൻ്റെ ജീവിതം ദുസ്സഹമായി തീരും. ആ ദുസ്സഹമാകുന്ന അവസ്ഥ എല്ലാം മുമ്പിലേക്ക് ഓരോ വർഷം മുന്നോട്ട് കയറുന്തോറും സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് കർത്താവ് പറയാണ്, ഭൂമി ശാപഗ്രസ്തമാക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയിലെ ജനങ്ങൾ ചെയ്യുന്ന അകൃത്യം നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടതായി മാറിയിരിക്കുന്നു. അപ്പോൾ ഭൂമിയുടെ മേൽ ശാപം വരുമ്പോൾ എന്ത് സംഭവിക്കും? നീതിമാനായ ദൈവത്തിൻ്റെ മഹത്വത്തെ സ്തുതിക്കുന്ന കീർത്തനങ്ങൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഉയരുന്നു. എന്നാൽ ഞാൻ പറയുന്നു, ഞാൻ തളരുന്നു, ഞാൻ ക്ഷയിച്ചു പോകുന്നു, എനിക്ക് ദുരിതം. വഞ്ചകൻ വഞ്ചനയോടെ പെരുമാറുന്നു, വഞ്ചകൻ തികഞ്ഞ വഞ്ചനയോടെ പെരുമാറുന്നു. ഭൂവാസികളെ ഭീതിയും ചതിക്കുഴിയും കെണിയുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഭീകര ശബ്ദം കേട്ട് ഓടിപ്പോകുന്നവർ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് കരകയറുന്നവർ കെണിയിൽപ്പെടും. ആകാശജാലകൾ തുറക്കപ്പെട്ടിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വിറകൊള്ളുന്നു, ഭൂമി നിശേഷം തകർക്കപ്പെട്ടിരിക്കുന്നു, അത് ഛിന്ന ഭിന്നമായി അത് പ്രകമ്പനം കൊള്ളുന്നു. അത് അത്രയും നമ്മൾ എത്തിയിട്ടില്ല. അത്രയും നമ്മൾ എത്തുന്നതിന് മുമ്പ് ഭൂമി ഛിന്ന ഭിന്നമാകുന്ന എങ്ങനെയാണ്? ഭൂമിയിലേക്ക് ആണവ സ്ഫോടനങ്ങൾ നടക്കും, ആണവ ബോംബുകൾ വീഴും. അപ്പോൾ ഓരോ രാഷ്ട്രങ്ങളിലും വലിയ ഭീമാകരമായ ആണവ സ്ഫോടനം നടക്കുമ്പോൾ ഭൂമി പിളർന്ന് ഒരു ജില്ലയോ ഒരു രാഷ്ട്രമോ ഒക്കെ തന്നെ പല കഷ്ണങ്ങളായിട്ട് മാറും, അങ്ങനെ ഛിന്ന ഭിന്നമാകും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അത് അത്രയും നമ്മൾ എത്തിയിട്ടില്ല, സ്റ്റേജിലേക്ക് വരുന്നേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം പരമ യാഥാർത്ഥ്യമാണ്, പരമസത്യമാണ്. ഇപ്പോൾ എൽ നീനോ പ്രതിഭാസം എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അവർ ഭൂമിത്യതിയാക്കിയുള്ള ചൂട് അമിതമായി വർദ്ധിക്കുന്നതുകൊണ്ടാണ് അവർ ശാസ്ത്രീയമായിട്ട് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ആത്മീയ കാരണമാണ് നിങ്ങൾ കേട്ടത്. അതുകൊണ്ട് ഇതിൻ്റെ പരിഹാര മാർഗം കൂടെ ഈ കൂട്ടത്തിൽ പറയാം. ഇതിന് ഒരേ ഒരു പരിഹാര മാർഗമുള്ളൂ, ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. ഈ ഭൂവാസികൾ മുഴുവനും ഉണരുക, സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുക. കർത്താവായി യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ അകൃത്യങ്ങൾ, ഞങ്ങളുടെ അശുദ്ധി, ഞങ്ങളുടെ മ്ലേച്ഛതകൾ, ഞങ്ങളുടെ വിശുദ്ധിക്ക് പകരം ഞങ്ങൾ അശുദ്ധിയെ കാണുന്നു, അശുദ്ധിയെ ആവഹിക്കുന്നു, അശുദ്ധി ഇഷ്ടപ്പെടുന്നു, അശുദ്ധ സംഭാഷണങ്ങൾ കേൾക്കുന്നു, അശുദ്ധ ചിത്രങ്ങൾ കാണുന്നു, അശുദ്ധ പാട്ടുകൾ കേൾക്കുന്നു. ഇങ്ങനെ ഭൂമി അകൃത്യവും അശുദ്ധിയും നിറഞ്ഞതുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ മേൽ ശിക്ഷിക്കരുതേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങൾ ഇതിൽ ഞങ്ങൾ പിന്മാറിയാൽ കർത്താവ് പിന്മാറുന്നവരോട് ക്ഷമിക്കും, പിന്മാറാത്തവരോട് കർത്താവ് ക്ഷമിക്കുകയില്ല. അതിനെ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത് എത്രയും പെട്ടെന്ന് വ്യക്തമായ ഒരു വിശുദ്ധീകരണ പ്രക്രിയ നമ്മൾ അതിൻ്റെ ഒരു ടൈം ടേബിൾ തന്നെ ഉണ്ടാക്കണം. വിശുദ്ധീകരണ പ്രക്രിയയുടെ ടൈം ടേബിൾ തന്നെ ഉണ്ടാക്കണം. പ്രഭാതത്തിൽ എന്ത് ചെയ്യണം, ഈ ദിവസം എന്ത് ചെയ്യണം, എന്ത് കാണണം, എന്ത് കേൾക്കണം, എന്ത് കഴിക്കണം,
എപ്പോൾ പുറത്തേക്ക് പോകണം, എപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് എത്തണം, എപ്പോൾ സന്ധ്യാപ്രാർത്ഥന ചെയ്യണം, എപ്പോൾ ദേവാലയത്തിൽ പോകണം, ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ടൈം ടേബിൾ ഞാൻ ഇടയ്ക്കൊന്ന് കാണിച്ചെന്ന് ഓർക്കുന്നുണ്ടാവും. ഞാൻ ഒരു മാസം ഒരു 5-8 മാസങ്ങൾക്ക് മുമ്പ് ഒരു ടൈം ടേബിൾ ഞാൻ ഇട്ടിരുന്നു, ഓരോ ദിവസം ചെയ്യേണ്ടത്. ആ രീതിയിൽ നിങ്ങൾ വിശുദ്ധി പ്രാപിക്കാൻ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ തോന്നിവാസമുള്ള ജീവിതമുണ്ടല്ലോ ഇപ്പോഴത്തെ, അതിന് ശിക്ഷ കർത്താവ് തരിക തന്നെ ചെയ്യും. അത് പുറകെ ഭയാനകമായ രീതിയിൽ പല രീതിയിൽ വരും പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് എന്താണ് എൽ നീനോ, എപ്പോഴാണത് സംഭവിക്കുക, അതിൻ്റെ പരിണിതഫലം എന്താണ് എന്ന് മനുഷ്യകുലത്തിന് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ ദുരന്തങ്ങൾ ഭൂമിയിലേക്ക് വരും. പറഞ്ഞ് പേടിപ്പിക്കുകയല്ല നിങ്ങളെ, അതൊക്കെ കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സത്യമാണെന്ന് നാം ആ സാഹചര്യം വരുമ്പോൾ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം ആണവായുധ യുദ്ധം, അണുബോംബിൻ്റെ യുദ്ധമുണ്ടാകും, ആണവ മിസൈൽ വന്ന് വീണ് പൊട്ടുമെന്ന് ഇപ്പോൾ പറഞ്ഞാൽ കുറേയൊക്കെ ആൾക്കാർക്ക് മനസ്സിലാകും. കാരണം ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് അതെല്ലാം മനുഷ്യൻ നോക്കിയിരിക്കുകയാണ്. അതിൻ്റെ സംവിധാനങ്ങൾ, അതിൻ്റെ അറിവിൻ്റെ തലം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് എല്ലാവർക്കും ബോധ്യവും. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്താൽ മനസ്സിലാവും. എന്നതുപോലെ ഈ ആകാശജാലങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു പറയുമ്പോൾ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഭൂമിയും അതിലെ നിവാസികളും, ഭൂമി തികച്ചും ശൂന്യമായിരിക്കുന്നു, അത് കർത്താവിൻ്റെതാണ് ഈ വചനം. ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ച് ലോകമാകെ വാടിയിരിക്കുന്നു, ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു. ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു. ആ സംഭവം എത്ര കൃത്യമായിട്ടാണ് കർത്താവ് എഴുതി വെച്ചിരിക്കുന്നത്. ആകാശജാലങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു, ആകാശവും ഭൂമിയും വാടിപ്പോകുന്നു. ഈ ചൂട് അമിതമായി വർദ്ധിക്കാനുള്ള കാരണമാണ് ഞങ്ങൾ മനുഷ്യൻ്റെ അമിതമായ ആസക്തി, അമിതമായ ആഗ്രഹങ്ങൾ, അമിതമായ സ്വാധീന ശക്തി. ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ രാഷ്ട്രം ഞങ്ങളതാണ്, ഞങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെല്ലാം ശാസ്ത്ര സാങ്കേതിക വിദ്യ വർദ്ധിപ്പിച്ചെടുക്കുമ്പോൾ ഇതിന് ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്നത് ഈ ലോകം മുഴുവനുമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ദൈവമായ കർത്താവെ, സർവശക്തനായ ഈശോയെ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, ഈ വരാനിരിക്കുന്ന ദുരന്തങ്ങളൊക്കെ ഞങ്ങളെ സംരക്ഷിക്കുകയും അങ്ങയുടെ ഒപ്പമായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക. നാം വിശുദ്ധിയിലും പരിശുദ്ധിയിലും ജ്ഞാനത്തിലും വിവേകത്തിലും നീതിബോധത്തിലും സത്യസന്ധതയിലും പരിശുദ്ധാത്മാവിൻ്റെ ഫലവും ചൂടി നിന്നാൽ കർത്താവ് നമ്മളെ സംരക്ഷിക്കുകയും നമ്മളെ പരിപാലിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ചുരുക്കം പേർ മാത്രം അവശേഷിക്കുന്നു, ചുരുക്കം പേര് മാത്രമേ ഇത്തരം ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. ബാക്കി മുഴുവൻ മനുഷ്യരും നമ്മുടെ കൺമുമ്പിൽ നശിച്ചു പോകുന്നതും തകർന്നു പോകുന്നതും നമ്മുടെ കണ്ണുകൊണ്ട് കാണും. അപ്പോൾ കർത്താവ് പറയുകയാണ്, എന്തുകൊണ്ടാണ് ചുരുക്കം പേര് അവശേഷിക്കുന്നത്? അവർ ഉടമ്പടി, ദൈവവുമായിട്ടുള്ള ഉടമ്പടി അവർ ഭംഗിയായിട്ട് ചെയ്യുന്നു. അതായത് ഇപ്പം നമ്മളെ സംബന്ധിച്ച്, സഭയെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വിശുദ്ധുർബാന ഉണ്ടെങ്കിൽ വിശുദ്ധുർബാനയ്ക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ പോകുന്നു, അതിൻ്റെ ആത്മീയ തലങ്ങൾ ധ്യാനത്തിന് പോകുന്നു, കുമ്പസാരിക്കുന്നു, ഏകദിന പ്രോഗ്രാമിന് പോകുന്നു, അനാഥർക്കും ദരിദ്രർക്കും സാമ്പത്തിക സഹായം ചെയ്യുന്നു, രോഗികളെ പോയി സന്ദർശിക്കുന്നു, മദ്യപാനികളെ കണ്ടെത്തി ധ്യാനത്തിന് പറഞ്ഞു വിടുന്നു, സ്വന്തം കയ്യിലെ പൈസ മുടക്കി അവർക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നു. അങ്ങനെ ആത്മീയ തലത്തിലെ നിരന്തരമായ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ കർത്താവ് സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഒരു സംശയം അതിന് വേണ്ട. കർത്താവ് പറഞ്ഞിട്ടുണ്ടത്, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആത്മീയ തലത്തിലെ പ്രവൃത്തിയുടെ രൂപം നമുക്ക്, ആത്മീയത്തെ പ്രാർത്ഥന ധാരാളമുണ്ട് എല്ലാവർക്കും, പക്ഷേ പ്രവൃത്തിയുടെ ഫലമില്ല. പ്രവൃത്തിയും കൂടെ ഉണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ ഫലം പൂർണ്ണമാവുകയുള്ളൂ. അത് പൂർണ്ണത ലഭിച്ചാലേ നമുക്ക് സംരക്ഷണം കിട്ടുകയുള്ളൂ. സംരക്ഷണം കിട്ടിയാലേ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് പറയുന്നത്. ഒരു സഹോദരങ്ങളെ, ഇതെല്ലാം നമ്മുടെ കൺമുമ്പിലാണ്, അടുത്തടുത്തെത്തിക്കഴിഞ്ഞു. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ എല്ലാ സംഭവങ്ങളും ഭൂമിയിൽ ഓരോന്നായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. അതിനപ്പുറം സഹോദരങ്ങളെ, നാം പരിശുദ്ധിയിലും വിശുദ്ധിയിലും ആയിരിക്കാൻ അതിസൂക്ഷ്മമായി അതിതീവ്രമായി ശ്രദ്ധിക്കുകയും ചെയ്തില്ല എങ്കിൽ നമ്മുടെ കിണറ്റിൽ വെള്ളം ഉണ്ടാവുകയില്ല, നമ്മുടെ വീടുകളിൽ ആഹാര സാധനങ്ങൾ കിട്ടാതെ വരും, നമ്മുടെ മക്കൾ പഠിക്കാൻ കോളേജുകൾ അടച്ചിടേണ്ടി വരും, നമ്മുടെ കടന്നു പോകുന്ന വാഹനങ്ങൾ നിന്നുപോകും. ഇങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ വരും. അതിൽ നിന്നൊക്കെ സംരക്ഷണം കിട്ടാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്ന അവസ്ഥ. അപ്പം നമ്മൾ വിചാരിക്കും, ഇപ്പം നമ്മൾ ക്രിസ്തുവിൻ്റെ കൂടെയല്ലേ, അതിനെന്താ കുഴപ്പം? ഇപ്പോൾ കൂടെ ഇരിക്കുന്നത് പോലെ ഒന്നും അല്ല പ്രിയപ്പെട്ടവരെ. അതിനപ്പുറത്തേക്ക് വിശുദ്ധിയും പരിശുദ്ധിയും ജ്ഞാനം കൊണ്ട് നിറയേണ്ടതായിട്ടുണ്ട്. അതിനാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ മുന്നൊരുക്കമായി ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ യേശുവിൻ്റെ കൂടെ പ്രത്യേക രീതിയിൽ പ്രാർത്ഥിക്കുക, പ്രത്യേക ആരാധന നടത്തുക, പ്രത്യേക ശുശ്രൂഷയിലായിരിക്കുക, പ്രത്യേക പ്രവർത്തികളായിരിക്കുക. അതിനായി നമ്മെ ഓരോരുത്തരെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.